എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീട്ടിൽ സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ചെടി നടുന്നത് ഇതൊക്കെ കാണിച്ചു. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോവാം. നമുക്ക് എന്നിട്ട് കാണാം. ഇവിടെ ഇത്ര ഉള്ളു, ബാക്കി മുകളിലാണ് വെച്ചത്. ഇന്നത്തെ പരിപാടി വല കിട്ടണമായിരുന്നു. അത് തീവ്രമായ പരീക്ഷണത്തിനിടയിൽ നമ്മൾ പൂച്ചയെ പിടിക്കും. പൂച്ചയെ പിടിക്കും. കാണൂ ഗൈസ്, പൂച്ചയെ പിടിക്കാൻ എന്തൊക്കെ വഴികൾ. മതിലിന്റെ മണ്ട നിൽക്കുന്നോണ്ട് ക്യാമറ വറയ്ക്കും. കണ്ടോ ഗൈസ്? കഴുത്തി പിടിച്ച് തൂക്കിങ്ങട്. പരീക്ഷണങ്ങൾ നടക്കും. ഞാൻ ഇന്നലെ കാണിച്ചത് പൂച്ചയുടെ ആദ്യത്തെ കുറെ കുട്ടികളുണ്ട്. ഉള്ളയിലും മൂത്തതാണ് ആ കുട്ടിയുടെ 2 കുട്ടികളാണ്. ആ 2 കുട്ടികൾ ഇപ്പം ഇപ്പോൾ ഉള്ളൊരു വേറൊരു കുട്ടിയുണ്ട്, അത് മിക്സ് ചെയ്യണം താഴെ. അല്ലെങ്കിൽ ഇപ്പം വീണ്ടും 2 കുട്ടികളുണ്ട്. അതാണ് ഞാൻ ഇന്നലെ കാണിച്ചത് 2 കുട്ടികൾ. അത്യാവശ്യം കാത്തു എൻ്റെ പൂച്ച ഇപ്പം മുതുമുത്തശ്ശി വളർത്താൻ വേണ്ടി പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കാണാമോ? അതിതീവ്രമായ പരീക്ഷണങ്ങൾ തകരുകയാണ്. പൂച്ച വരണില്ല. പൂച്ചക്ക് കുറച്ച് വിവരം കൂടിയപ്പോൾ ജിക്കിക്കുട്ടനെ കാണിച്ചു. ഗൈസ്, ഇവിടെ ഭയങ്കര പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ട്. ജിക്കി ഒരു പോസ് പറയും. കാണിച്ചോളൂ പ്രകൃതി രമണീയമായ കാഴ്ച. അകത്ത് പാമ്പുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പാമ്പിനെയൊക്കെ കാണാം. ബട്ട് ഇപ്പൊ പാമ്പില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പാമ്പിനെ കാണാൻ പറ്റും. അത് വിശാലമായ ഷോറൂം. യെസ് ഗൈസ്, ഈ കിടക്കണ ചവറിന്റെ അടിയിൽ എന്തുമാത്രം സ്ഥലമുണ്ടെന്ന് അറിയാൻ. ബട്ട് അതിന്റെ അകത്തൊക്കെ പൂച്ചകളും പൂച്ച വീണ്ടും പൂച്ച വരണില്ല. അല്ലെങ്കിൽ പിടിച്ച് വളർത്താൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടെന്നാണെങ്കിൽ അയ്യോ പോയി ഗൈസ്. നിങ്ങളെ കണ്ടപ്പോൾ അതിലും നമുക്കിനി ഫ്രണ്ടിലോട്ട് പോകാം. ഇവിടെ പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചു തരാം. കണ്ടോ, ഇവിടെ ഫുള്ള് മീനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രകൃതി മീൻ കഴിച്ചു. ഗൈസ്, ഇതൊരു കാടല്ല, ഇതിൻ്റെ വീട്. ആണോ? ഈ ചെടി വളർന്ന് കിടക്കുന്നതിൻ്റെ അടിയിൽ മീനാണ്. ഇതിൻ്റെയും അടിയിൽ മീനാണ്. പിന്നെ ഞാനൊന്ന് കുറച്ച് റീച്ച് ആയിക്കോട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ ഇത് കൊച്ചു വിശേഷങ്ങൾ നമുക്ക് കാണാമല്ലോ. ഒരു ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഭാർഗവി ഒരു ഹായ് சொல்லு. ഇങ്ങ ഒരു ഹായ് சொல்லு. നോക്കിയോ രണ്ടുപേരെ ഞാൻ പോണേ. ഞാനും പറഞ്ഞു എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ പോയി. അപ്പം നമുക്ക് കുറച്ച് ബുക്കൊക്കെ പൊടിയാന്ന് വിചാരിച്ചു. വേറെ പണിയൊന്നുമില്ല. അപ്പം നമ്മൾക്ക് പൊതുവെ
സമയം പോട്ടെ. ഞാൻ രാവിലെ ട്യൂഷന് പോകണമുണ്ട്. 7 മണിക്ക് ട്യൂഷൻ, പിന്നെ വരുമ്പോൾ 9 മണി. അതാണ് ഈ രാവിലത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഇടാത്തത്. പിന്നെ ഇന്ന് ഉച്ചത്തുള്ള ഫുഡ് കഴിയൊക്കെ കുറച്ച് മറന്നു. പിന്നെ പിന്നെ ഞാൻ വൈകിട്ട് എപ്പോഴത്തെ പോലെ കിടന്നുറങ്ങും, എന്നിട്ട് വീണ്ടും കുളിക്കും. അപ്പം നാളെ വീണ്ടും കാണാം. ബൈ.